ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അമൃതപ്പൊടി കൊണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കിയാലോ. മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അമൃതപ്പൊടിയാണ്. വളരെ പോഷകാഹാരം അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് അമൃതപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് അമൃതപ്പൊടി തന്നെയാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമൃതപ്പൊടി എന്ത് ചെയ്യണം, ആദ്യം അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേക അളവിൽ നമുക്ക് എടുക്കാം. ഞാനൊരു ഗ്ലാസ്സിലാണ് അമൃതപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ആണ് അമൃതപ്പൊടി എടുത്തിട്ട് നമുക്കത് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മെഷർമെൻറ്റിൻ്റെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അമൃതപ്പൊടി എന്തായാലും അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ അതിന് തരികൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അമൃതപ്പൊടി അരിച്ചെടുക്കുന്നതിന് കേട്ടോ. അപ്പം അമൃതപ്പൊടി അരിച്ചെടുക്കുന്നുണ്ട്. അമൃതപ്പൊടി പിന്നെ ഈ അരിച്ചെടുക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് അപ്പക്കാരം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പക്കാരം കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന് പ്രത്യേക അളവുകളൊന്നുമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി, അധികം കൂടുതൽ വേണ്ട, ഇത്രയും മതി. അതിന് അമൃതപ്പൊടിയും അതുപോലെ തന്നെ അപ്പക്കാരം നമുക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി അമൃതപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 1.5 കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തത്. കുറച്ച് പിഞ്ച് ഉപ്പിട്ട് മതി. നിങ്ങൾ കണ്ടില്ല ആ തരികൾ. അപ്പോൾ ഈ തരികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ മുട്ട എടുക്കാം. ഇപ്പോൾ 3 മുട്ട എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. 2 മുട്ടയും പിന്നെ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആ ഒരു ഗ്ലാസ്സിന് തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഏലക്കായാണ്. ഒരു ഏലക്കായാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് ഓയിലായിരിക്കാം. അപ്പോൾ ആ ഓയിൽ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് എന്ത് ചെയ്യും, ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വിസ്ക് നിങ്ങളെടുത്തില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജ്യൂസൊക്കെ അടിക്കുന്നത് പോലെ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിലേക്കാണ് ഒഴിച്ചതാണ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കാണ് അവിടെ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് അമൃതപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു ബാറ്റർ ഒന്ന് കുറച്ച് കട്ടി ഒരു കൺസിസ്റ്റൻസി, ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ അമൃതപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്താൽ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഞാൻ അവിടെ ഒരു നന്നായിട്ട് നല്ല കട്ടിയായപ്പോൾ വെള്ളം ഒഴിച്ച് പോയതാണ്. അപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ കൂടിപ്പോയാൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ പരിഹരിക്കാവുന്നതാണ്. നമുക്ക് എടുക്കുന്നത് കുക്കറാണ്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിതാ ഒഴിച്ചെടുത്താൽ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ബ്രഷ് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ ഒരു പേപ്പർ എന്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം, പരത്തി കൊടുത്താൽ ഈ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്റർ ഒഴിച്ച് കൊടുക്കാം.
പക്ഷെ നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിസിലിൻ്റെ ഇത് അയച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ഈ ഒരു ചട്ടി, പഴയ ചട്ടിയാണ്. ഇതിൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ താഴെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ താഴെ വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ചൂടാക്കിയതിന് ശേഷം ഇതാ നമ്മൾ ആ ഒരു കുക്കറിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറേ ഇതുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കലിൻ്റെ പണിയാണ് കേട്ടോ. നമുക്കിതൊക്കെ ക്ലീൻ ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചാൽ കുക്കർ വെക്കുമ്പോൾ വളരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് കുഞ്ഞ് പീസസ് ആക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ബാറ്റർ വെച്ച ഉടനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാതിരുന്നത്, കാരണം ഫുൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കേക്ക് എടുക്കുമ്പോൾ ഈ ഒരു മേലത്തെ അണ്ടിപ്പരിപ്പൊക്കെ എല്ലാം താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മേലെ ആ സമയത്ത് വയ്ക്കാതിരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഒരു കേക്ക് സെറ്റായതിന് ശേഷം നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ മേലെ കാണും. അല്ലെങ്കിൽ പിന്നെ അത് താഴേക്ക് അങ്ങനെ ഇറങ്ങി ഫുൾ കുക്കായി വരുമ്പോഴേക്കും എന്ത് ചെയ്യും, താഴേക്ക് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി മേലെ ഇനി കുക്കാവാനുള്ള ഒരു ടൈമിൽ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ ഗാർണിഷ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെ ക്യാഷ്യൂ നട്ട്സൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ കേക്കൊക്കെ കുക്കായി ഫുൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഞാൻ വെള്ളം ഇങ്ങനെ താഴേക്ക് അരച്ചപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം അമർത്തി വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടാത്ത സമയത്ത് എന്ത് ചെയ്യും, കത്തി വെച്ചിട്ട് ആ ഒരു സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മൾ കേക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ പേപ്പറെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കേക്ക് നല്ല പഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഷാല്ലാ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെങ്കിലും മാഷാല്ലാ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.